നിനക്ക് മാത്രമല്ല കണ്ണ, അത് ഞാനും ജനിച്ചു വളർന്ന വീടാ. ഇത്രയും നാളും എന്തോ പറയാതിരുന്നേ? അല്ല ആന്റി, മുത്തശ്ശൻ റെയിൽവേ മിനിസ്റ്ററുടെ ഫാമിലി ഡോക്ടറാ ഞാൻ അദ്ദേഹത്തെ കാണാം, വീടിനെ പറ്റി സംസാരിക്കാം. ആന്റി, നാട്ടിലുള്ള സ്വത്തുക്കളെല്ലാം നമുക്ക് നഷ്ടമായി. ഇപ്പം ആകെയുള്ളത് ആ വീട് മാത്രമാണ്. അതും കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് അടയാളമില്ലാതെ പോകും ആന്റി. കണ്ണ, ഞാൻ പറഞ്ഞില്ലേ റെയിൽവേ മിനിസ്റ്ററോട് സംസാരിക്കാന്ന്. ധൈര്യമായിട്ടിരിക്കേ. താങ്ക്സ് ആന്റി. എന്താടി, റെഡിയാണോ? വാച്ച്മാനോട് ഓട്ടോ വിളിക്കാൻ പറയാം. എന്താ ആന്റി ഓട്ടോയിൽ പോകുന്നേ? നമ്മുടെ വീട്ടിൽ കാറില്ലേ? അങ്കിളെ സുഖമാണോ? സമയമായി, വാ. കാറുണ്ട് ഇവിടെ, പക്ഷെ ഡ്രൈവറെ കിട്ടാനാ വളരെ ബുദ്ധിമുട്ട്. അതൊന്നും വേണ്ട ആന്റി, എന്തിനാ ഡ്രൈവർ? ഞാനല്ലേ ഉള്ളത്. വാ ആന്റി, കാറിന്റെ താക്കോലെവിടെ? കാറിനകത്തോട്ട്. എന്നാ പുറപ്പെടാ. എന്തിനാടി ഒരാവശ്യമില്ലാതെ ഇവനെയൊക്കെ വീടിനകത്ത് കയറ്റുന്നത്? ഇത്രയും നാളും ഡ്രൈവറെ തപ്പി നടക്കുകയല്ലായിരുന്നോ? എന്നിട്ട് കിട്ടിയോ? ദേ ഇപ്പൊ കിട്ടിയല്ലോ, വരാൻ നോക്ക്. അല്ല കമലെ, ഇത്ര അവകാശത്തോടെ ചോദിക്കുന്നല്ലോ. കാർ ഓടിക്കാനാണോ അതോ നിന്റെ മുറപ്പണിന് ഓടിക്കാനാണോ? രജനി, അച്ഛൻ ഇച്ഛിച്ചതും പാല്, വൈദ്യം കൽപ്പിച്ചതും പാല്. ലവറിന്റെ വീട്ടിൽ തന്നെ കിടക്കാൻ സ്ഥലം കിട്ടിയല്ലോ. അതിനുശേഷം പ്രേമത്തെ അങ്ങ് പഴിപ്പിച്ചെടുത്തു. ശ്രീ, മീനെ കിട്ടിയില്ലേ? ഞാൻ വേണേ പിടിച്ചു തരട്ടെ? അവളൊന്ന് സമ്മതിച്ചിരുന്നെങ്കിൽ. നീ മീൻ മാത്രമാണോടാ പിടിച്ചു കൊടുക്കുക? കണ്ണാ, ഞങ്ങൾക്ക് അർജന്റായിട്ട് സെമിനാറിന് പോണം. ശ്രീ കോളേജിലേക്കൊന്ന് ഡ്രോപ്പ് ചെയ്യാൻ പറ്റുമോ? പ്രത്യേകിച്ച് വേറെ ജോലിയൊന്നുമില്ലല്ലോ. വാ. അല്ല, ഞാൻ അറിയാഞ്ഞിട്ട് ചോദിക്കുക. നിങ്ങൾക്ക് ആൻഡ്രിയെ പെട്ടെന്ന് കിട്ടും, അനുഷ്കയെ പെട്ടെന്ന് കിട്ടും, പക്ഷെ ഇതിനെ കിട്ടാൻ വളരെ പ്രയാസമാണല്ലോ. അമ്മായിയുടെ പെണ്ണായോണ്ടായിരുന്നു കുറച്ച് ജാട കാണിക്കുന്നത്. അതുകൊണ്ടാ രജനി, ആർക്കും അറിയാൻ പാടില്ലെന്ന് കരുതി മാറ്റിവെച്ചൊരു കാര്യം എനിക്ക് പുറത്തെടുക്കേണ്ട അവസ്ഥ വന്നത്. അവൾക്ക് ചെറുപ്പം തൊട്ട് ക്യാരറ്റ് ഇട്ട് ഉണ്ണിയപ്പം വളരെ ഇഷ്ടമാണ്. അതെൻ്റെ കൈകൊണ്ട് തന്നെ ഉണ്ടാക്കണമെന്ന് ഞാൻ പ്ലാൻ ചെയ്തു. ശ്രീ, നിനക്കിഷ്ടപ്പെട്ട ക്യാരറ്റ് ഉണ്ണിയപ്പം ഇതാ നിങ്ങൾ ഓർഡർ ചെയ്ത പിസ്സ. എന്തായത്, നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ലെന്നോ? ഈ പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാ കമലേ. നമ്മൾ ആ പഴയതോർത്ത് വിഷമിക്കുന്നത്. പക്ഷെ ഇവളുമാരോ പിസ്സ, ബർഗർ, സാൻഡ്വിച്ച് എന്നൊക്കെ പറഞ്ഞ് മാറി മാറി പോയിക്കൊണ്ടിരിക്കും. ഇവളൊക്കെ തിന്നാൻ വേണ്ടി തിന്നുന്നല്ല, പത്രാസിന് വേണ്ടി വാങ്ങിക്കുന്ന. അയ്യോ രജനി, എന്റെ ശ്രീ അങ്ങനെയല്ല. ആദ്യം ഞാനും അവളെ തെറ്റിദ്ധരിച്ച് അവളെ തിരിഞ്ഞു നോക്കാൻ പാടില്ലെന്ന് വിചാരിച്ചു. പിന്നെ ഒരു ദിവസം അവൾ വന്നു. നിങ്ങൾ എന്തിനാ ഈ ജോലിയൊക്കെ ചെയ്യുന്നേ? എന്നോടോ? ആ, നിങ്ങളോട് തന്നെ. എന്നോടൊക്കെ സംസാരിക്കോ? എനിക്ക് കരച്ചില് വരുവാ. എന്താ? പുറത്തുള്ള ചില റൗഡികളെ കോളേജിനകത്ത് വന്ന് വെറുതെ പ്രശ്നം ഉണ്ടാക്കുക. നിങ്ങളുടെ അധ്യാപകനോട് പോയി പറയാമല്ലേ? അധ്യാപകനല്ല, പ്രിൻസിപ്പൽ. നിങ്ങളെ പോലെ ഇംഗ്ലീഷ് ഒന്നും ഞങ്ങൾക്കറിയില്ല. ഏതോ ഒരു പാൽ അവനോട് പോയി പറയും. അയ്യോ, അവർക്കെല്ലാം പേടിയാ. പോലീസ് കേസാണോ? എനിക്ക് പരിചയമുള്ള ഒരു ലേഡി എസ് ഉണ്ട്, അവരോട് പറയട്ടെ? അതൊന്നും വേണ്ടെന്നേ, കണ്ണൻ തന്നെ വന്ന് ചോദിക്കണം. ഞാനെന്തിനു വരണം? എനിക്കായിട്ട് കണ്ണേട്ടൻ ചോദിച്ചില്ലെങ്കിൽ പിന്നെ ആര് ചോദിക്കാനാ? അതാ ഞാൻ ചോദിക്കുന്നത്, നിനക്ക് വേണ്ടി ഞാനെന്തിനു വരണം? അപ്പൊ എനിക്ക് കുഞ്ഞുനാളിൽ ഉണ്ണിയപ്പം ചുട്ടുന്നത് മറന്നോ? അതറിയാത്ത പ്രായം. അപ്പൂപ്പന്താടി പറിച്ചെന്നതോ? മനസ്സിലാകാത്ത പ്രായം. അപ്പൊ അക്കുത്തിക്ക് ഒരുമിച്ച് കളിച്ചത്? അറിവുള്ള ആരെങ്കിലും ഇതൊക്കെ ചെയ്യുവോന്നേ? എല്ലാം ഓരോ മണ്ടത്തരങ്ങള്. അയ്യോ, അതൊക്കെ മണ്ടത്തരങ്ങളായിരുന്നു. അതെ. കോളേജിന്റെ ഓഡിറ്റോറിയത്തിൽ വെച്ച് കണ്ണെടുക്കത്ത് നോക്കിക്കൊണ്ടേയിരുന്നത്, പല പല ഡ്രസ്സുകൾ മാറ്റിയിട്ട് എന്നെ മോഹിപ്പിക്കാൻ ശ്രമിച്ചത് മറന്നോ? വീടിനുള്ളിൽ ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോ എന്നെ പുറകെ നടന്നതൊക്കെ മറന്നു. അപ്പൊ ഇതെല്ലാം അറിഞ്ഞിട്ടാണോ അറിയാത്ത പോലെ അഭിനയിച്ചത്? ഇനി നിന്നോട് സംസാരിക്കാനൊന്നുമില്ല. അതെ, നിങ്ങളുടെ കൂടെ ഞാനല്ലാതെ മറ്റാരിങ്ങനെയൊക്കെ കളിക്കാനാ കണ്ണേട്ടാ? ഏട്ടനെന്നാണോ വിളിച്ചേ? അയ്യോ, നീ സത്യമായിട്ട് പറയണോന്നേ? എടാ കമല, ഉറങ്ങണോ നീ? നീ വെറുതെ പറയല്ലോ കണ്ണേട്ടാ.
ഏട്ടനെന്നോ കൊള്ളാം. ആ കണ്ണേട്ടാ. എന്താ സാറേ? സമയം എന്തായി? എന്താ രജനി സമയം പറയാൻ പറഞ്ഞിട്ട് അവനിങ്ങനെ ധൃതി വെക്കാതെ കമലെ, കൈ എവിടാന്ന് അന്വേഷിക്കുക. കൈ എടുത്ത് നോക്കി അതിനുശേഷം സമയം പറയും. നിങ്ങളുടെ തിരക്കിട്ട ജോലിക്കിടയിൽ സമയം പറഞ്ഞതിന് നന്ദി ബ്രദറെ. രജനി 5 മണിക്ക് എനിക്ക് എയർപോർട്ടിൽ ചെല്ലണം. ഭയപ്പെടാതെ സഹോദര, എന്റെ ഓട്ടോ സൈറൺ അടിക്കാത്ത ആംബുലൻസാ. 1/2 മണിക്കൂറിനുള്ളിൽ സാറോ ഉറന്നങ്ങ് ചെല്ലും. എന്താ ബന്ധുക്കാരെങ്കിലും വരുന്നുണ്ടോ? സ്ത്രീ സിംഗപ്പൂർ കോളേജ് ടൂറിന് പോയി. ഇന്ന് ചിലപ്പോൾ അവള് വരും. കമൽ, നിങ്ങളുടെ ആൾ ഇവിടെ പറന്നെത്തുന്ന സമയം കൊണ്ട് നമുക്കൊന്ന് മൂത്രം ഒഴിച്ചിട്ട് വരാം. വന്നാട്ടെ കമലെ, ഇവിടെയാണ് ആ സ്ഥലം. ഇവിടെയോ? ആ അതെന്താ ഇവിടെ എല്ലാരും കറണ്ട് കമ്പി മൂത്രം ഒഴിക്കുന്നേ? കമലേ, പ്രേമമൂത്ത കോവളത്ത് പോണം, മുള്ളാമുട്ടിയ ട്രാൻസ്ഫോർമറിന്റെ ചോട്ടി വരണം. ദളവാക്കാലം മുതലുള്ളതാ. ഞങ്ങളുടെ നാട്ടിൽ അങ്ങനൊന്നും ഇല്ലല്ലോ. രജനി, ആ ഞാൻ നിങ്ങളെ കുറെ നേരമായി ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ട്. വലിയ ആളുകൾ പറയുന്ന പോലെ കുറെ കാര്യങ്ങൾ പറയുന്നു. രജനിക്കും വേണമെങ്കിൽ ഒരു ഡോക്ടറേറ്റ്. വൃത്തികെട്ടതൊക്കെ നമുക്ക് എന്തിനാ കമലേ? ആ ധർമ്മം വാങ്ങി ആശുപത്രി തുടങ്ങാൻ പറ്റുമോ? അല്ല, മെഡിക്കൽ സ്റ്റോർ തുടങ്ങാൻ പറ്റുമോ? അതുവല്ല 2 നേഴ്സിനെങ്കിലും എടുത്താൻ പറ്റുമോ? അത് വാസ്തവ പറഞ്ഞ് അവസാനം കോട്ടും ഗൗണും മാത്രമേ കാണൂ. രജനി, ഒരു കാര്യം ശ്രദ്ധിച്ചോ? രണ്ടുപേരും ഒരേ വേവലിംഗിലാണല്ലോ ഒഴിക്കുന്നത്. അതെ കമൽ, അതല്ല ഞാൻ ആദ്യം പറഞ്ഞത് നമ്മളമ്മി പൊരുത്തമുണ്ടെന്ന്. ആരാടാ മൂത്രം ഒഴിക്കുമ്പോൾ ഓട്ടം വരുമെന്ന് ചോദിക്കുന്നത്? എടാ, എന്താടാ ചെയ്തോണ്ടിരിക്കുന്നത്? പുല്ല് പറിച്ചോണ്ടിരിക്കുവായിരുന്നു സാറേ. കളിയാക്കുന്നോടാ? അവിടെ എഴുതിയിരിക്കുന്ന എന്താടാ? എടാ തെണ്ടികളെ, ഇവിടെ മൂത്രം ഒഴിക്കരുത്. ഇതുപോലും വായിക്കാൻ അറിയാത്ത ആരാ നിങ്ങൾക്ക് പോലീസ് ജോലി തന്നെ? ഒരടി ഞാൻ നിന്റെ കരണം പൊളിയും. സാറേ എന്തിനു ദേഷ്യപ്പെടുന്നേ? ഇത് ലോക്കലായിട്ടുള്ളവർക്ക് വേണ്ടിയല്ലേ. ഞങ്ങൾ നല്ല വീട്ടിലെ പിള്ളേരാ. പോലീസുകാരെ കളിയാക്കുന്നോടാ? വാടാ കോടതിയിലേക്ക്. രജനിയെ തൊട്ട് കളിക്കുവല്ലേ? രജനിയെ തൊട്ട് കളിച്ചാൽ എന്താ നടക്കുന്ന അറിയാവോ? രജനി, വേണ്ട കമൽ, ഈ രജനിയുടെ ദേഹത്ത് അയാൾ കൈവച്ചത്. കൈവച്ചതിന്റെ കാരണം എനിക്ക് ഇപ്പൊ തന്നെയാണ്. നീ മിണ്ടായിരിക്കാമല്ലേ? ഹലോ, ഞാൻ രജനിയെ സംസാരിക്കുന്നത്. ഞാനും എന്റെ ഫ്രണ്ട് കമലും മൂത്രം ഒഴിക്കാൻ വന്ന ഇവിടെ. എന്താ പ്രശ്നം? തന്റെ പേരെന്താ? മമ്മൂട്ടി. ഇയാള് വിജയ്, ഇത് സൂര്യ, ഇത് നയൻതാര. അപ്പൊ അവരാരോ? തമന്നയോ? എടാ വാടാ. നിങ്ങൾ എന്ത് കേസാ? മൂത്രം ഒഴിച്ച കേസ്. ഞങ്ങളും അതേ കേസാ. രജനി, ഇയാള് നമ്മുടെ കേസ് തന്നെയാ. ഓ, ഇതിന്റെ ഇടയ്ക്ക് നിങ്ങൾ തമ്മിൽ ഒന്നായോ? ശരി ശരി, ദേഷ്യപ്പെടാതെ. കാര്യത്തിന്റെ ഇടയ്ക്ക് ചേന കാര്യം പറഞ്ഞോണ്ട് വരുന്നു. രജനി, ഈ കോർട്ട് എന്താ ഇത്ര ചെറുതായിട്ടിരിക്കുന്നത്? നമ്മൾ ഇവിടെ കുടുംബം നടത്താൻ വന്നതല്ല കമലെ, കുറ്റം ചെയ്തിട്ട് വന്നവരാ. ഒരല്പം നേരം മിണ്ടായിരിക്കുവോ? Silence. Did you pass urine in public place? ജഡ്ജി മേഡം മൂത്രമൊഴിച്ചോന്നാ ചോദിച്ചത്. അയ്യോ, പൊതുസ്ഥലത്ത് നിങ്ങൾ മൂത്രമൊഴിച്ചോ ഇല്ലയോ? നിങ്ങൾ 150 രൂപ പിഴ അടയ്ക്കണം. ഇതിനെതിരെ ഞാൻ പ്രതികരിക്കുന്നു യുവർ ഓണർ. നാട്ടിൽ വെള്ളത്തിന്റെ പ്രശ്നം ചോദിക്കാൻ ആളില്ല, വിലക്കയറ്റത്തിനെ കുറിച്ച് ചോദിക്കാനും ആളില്ല. ചുമ്മാ ഇരിക്കും രജനി. മൂത്രം ഒഴിച്ചാണ് ഇത്ര വലിയ പ്രശ്നമായത്. ഞാൻ സുപ്രീം കോടതിയിലേക്ക് പോകാൻ പോവാ. എനിക്ക് മുൻജാമ്യം വേണം. സൈലൻസ്. പൊതുസ്ഥലം വൃത്തിയേടാക്കിയിട്ട് ഡയലോഗ് വിടുന്നോ? 1500 രൂപ പിഴ അടയ്ക്കണം. നിങ്ങൾ അടയ്ക്കുന്നോ അതോ ജയിലിൽ പോന്നോ? ജയിലോ? ഇയാൾ അടച്ചോളും. എന്നാലേ മൂത്രക്കേസിന് മുൻകൂർ ജാമ്യം ചോദിച്ച ആദ്യത്തെ ആള് നിങ്ങളാ. അത് കൊള്ളാലോ. എന്റെ 25 വർഷത്തെ മൂത്രമൊഴിക്കലില് ഞാൻ എവിടെയൊക്കെ മൂത്രമൊഴിച്ചിട്ടുണ്ട്. പായൽ മൂത്രമൊഴിച്ചിട്ടുണ്ട്, മുത്തശ്ശിയുടെ ദേഹത്ത് ഒഴിച്ചിട്ടുണ്ട്. അന്നൊന്നും എനിക്ക് ഇത്രമാത്രം നാണക്കേട് ഉണ്ടായിട്ടില്ല. പക്ഷെ ഇപ്പോഴുണ്ടല്ലോ. നിന്റെ അപമാനത്തിന്റെ കാരണം എനിക്ക് മനസ്സിലാവുന്നു. ആ ജഡ്ജ് നിങ്ങളുടെ ലൈൻ്റെ അമ്മയല്ലേ? എങ്ങനെയാ കമല്? എല്ലാവരും വേവലും തരജനി. പിന്നെ ആ കണക്ക് ബുക്ക് എടുക്കും. എന്തിനു വേണ്ടി? യൂറിന്റെ കണക്കെഴുതാൻ മറന്നു. യൂറിന്റെ കണക്ക് വലിയ പ്രധാനപ്പെട്ടത് തന്നെയാ. അത് വീട് കമലേ. നിന്റെ ആള് ഫോറിനിൽ പോയില്ലേ? ആ കഥ പറ. കണ്ണേട്ടാ, എവിടൊക്കെ അന്വേഷിച്ചെന്നറിയോ? എന്താ എവിടെ നിൽക്കുന്നേ? സർപ്രൈസ് തരാൻ വന്ന. ഓ, കോട്ട് സൂട്ട്. എന്താ? പിന്നല്ലാതെ ഫോറിനിൽ പോവല്ലേ, ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവില്ലേ? എല്ലാരും നോക്കിയിട്ട് അയ്യോ ശ്രീയുടെ മുറച്ചക്കനെ കണ്ടോ, എത്ര സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറയണ്ടേ? അല്ലേ ആന്റി? ഇതെന്തിനാ ഈ പൂവ്? ആന്റിക്ക് ഇത് കോളേജ് ടൂറിന് സമ്മതിച്ചില്ലേ? ആന്റി ദേ ഇങ്ങോട്ട് നോക്കി, ഇവളുടെ കണ്ണിനെന്തോ പറ്റിയിട്ടുണ്ട്. ഏയ്, എന്തു പറ്റി? ഒന്നുമില്ലമ്മേ, ഞാൻ ലഗേജ് എടുക്കാൻ വേണ്ടി കണ്ണേട്ടനെ വിളിച്ചതാ. വാ കണ്ണേട്ടാ, പോകണ്ട. ഇപ്പൊ വരാം ആന്റി. എടി, എന്തിനാ നീ തനിച്ച് വരാൻ പറഞ്ഞിട്ട് ഒന്നും സംസാരിക്കാതെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നേ? എന്താ നോക്കാൻ പാടില്ലേ? എനിക്ക് നാണം വരത്തില്ലേ? ആദ്യമായിട്ട് കോട്ട് വിട്ടേക്കുന്നു. എന്തായാലും നാട്ടിൽ പോവാ, കുറച്ചേരം സ്വസ്ഥായി ഒന്ന് സംസാരിക്കാന്ന് വെച്ചാ അമ്മ എടുത്ത് പറഞ്ഞു കൊടുക്കും അല്ലേ? അത് പിന്നെ നീ എന്തിനാ വിളിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. എന്ത് മനസ്സിലായി? കെട്ടിപ്പിടിക്കും, പിന്നെ ഉമ്മ തരും, അവിടെ എവിടെയെല്ലാം കൈവെക്കും. അങ്ങനത്തെ ആളൊന്നും അല്ല ഞാൻ. വീട്ടുകാര്യല്ലാതെ വേറെ ഒന്നും അറിഞ്ഞൂടാന്ന് വിചാരിച്ചപ്പോ ഇത്തരം കാര്യങ്ങളൊക്കെ അറിയാല്ലേ?
ഇനിയും കുറച്ചും കൂടെ അറിയാം. മതി മതി, പോകാൻ നോക്ക്. എന്താ പറയണമെന്ന് പറഞ്ഞ? പറയാനുള്ളതൊക്കെ പറഞ്ഞു വിട്ടോ. പോ. ഏട്ടാന്നും വിളിക്കത്തില്ല, ഉമ്മയും തരത്തില്ല. സ്ത്രീക്ക് ഒരുപാട് സന്തോഷമായല്ലേ? പക്ഷെ ആന്റിക്കാണ് വിഷമം. ഇതുവരെ പിരിഞ്ഞിട്ടില്ലല്ലോ. 10 ദിവസമല്ലേ, എന്തിനാ വിഷമിക്കുന്നത്? പെട്ടെന്ന് പോവും. അതൊന്നും ഓർത്ത് എനിക്ക് വിഷമമില്ല. റെയിൽവേ മിനിസ്റ്ററെയും കണ്ടായിരുന്നു. എന്താ പറഞ്ഞത് ആന്റി? ആന്റി ആന്റി എന്താ പറഞ്ഞത്? ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കൈമലർത്തി. ഇനി എന്താ ചെയ്യുന്ന ആന്റി? വിട്ടുകളയടാ, അതിന് നീ വേറെ മാർഗം കണ്ടുപിടിച്ചില്ലേ? എന്താ ആന്റി പറയുന്നേ? സ്വന്തമായിട്ട് 2 വീട്, 500 പവന്റെ സ്വർണം, ഹോസ്പിറ്റൽ, എല്ലാം ശ്രീയുടെ പേരിലുള്ളത്. ഇതെല്ലാം അറിഞ്ഞോണ്ടല്ലേ നീ വീട്ടിലേക്ക് വന്നേ? ദയവ് ചെയ്തിങ്ങനെ പറയരുത് ആന്റി. ഉള്ളതെല്ലാം മറ്റുള്ളവർക്ക് കൊടുത്താണ് ശീലം. മറ്റുള്ളവരുടെ സ്വത്ത് ഞാൻ ഒരിക്കലും ആഗ്രഹിക്കില്ല. എന്നെ അങ്ങനല്ല വളർത്തിയത്. ഡാ, നിന്നെപ്പറ്റി എനിക്ക് ശരിക്കറിയാം. ധർമ്മം കൊടുത്ത് നാട്ടുകാരെയൊക്കെ തീറ്റിച്ചും ഉണ്ടായിരുന്ന സ്വത്തൊക്കെ നീ നശിപ്പിച്ചില്ലേ? നിന്റെ കൂടെ നിന്ന് ഞാനും തെരുവിലിറങ്ങും ഓർത്താ എന്റെ വീട് മേടിച്ച് ഞാനിങ്ങ് പോന്നേ. അതും കൂടെ നശിപ്പിച്ചിട്ട് നീ പോവുള്ളല്ലേടാ? എന്റെ മോളെ ചതിച്ച എന്റെ സ്വത്തല്ല. ആന്റിയോട് എനിക്ക് ഒരുപാട് ബഹുമാനമുണ്ട്. ദയവ് ചെയ്തിങ്ങനെ പറയരുത് ആന്റി. ആരാടാ നിന്റെ ആന്റി? നിന്നെ സാധാരണ ഒരു വേലക്കാരനെ പോലെ ഞാൻ കണ്ടേ, സ്വന്തക്കാരനായിട്ട് കണ്ടിട്ടേ ഇല്ല. ഞാൻ എന്റെ വീട്ടിൽ നിനക്ക് ഇടം തന്നില്ലായിരുന്നെങ്കിൽ ഇപ്പൊ തെരുവിൽ തെണ്ടി നടന്നേനെ. നിന്നെ എനിക്കിനി കാണണ്ട, പോ. കഷ്ടകാലം വന്ന രാജാവാണെങ്കിലും തെരുവിലേക്ക് വരുമെന്നുള്ള കാര്യം വളരെ സത്യമാണ് രജനി. റെയിൽവേ മിനിസ്റ്ററിനെ കാണാൻ വേണ്ടി വന്നിട്ട് കയ്യിലുണ്ടായിരുന്ന പൈസയെല്ലാം ശിങ്കിടികൾക്ക് കൊടുത്തു. ആന്റി എന്നെ സഹായിക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ എല്ലാം ഞാൻ വിചാരിക്കാത്തതുപോലെ നടന്നു. വീട് നഷ്ടപ്പെടുമെന്നുള്ള പേടിയേക്കാൾ ഉപരി സ്ത്രീ എന്നെ തെറ്റിദ്ധരിക്കുമെന്നുള്ള പേടിയായിരുന്നു അധികം. എങ്ങനെയെങ്കിലും സ്ത്രീയെ കണ്ട് ഞാൻ ആത്മാർത്ഥമായി അവളെ സ്നേഹിക്കുന്നു, അവളുടെ സ്വത്തിനു വേണ്ടിയല്ല അവളെ സ്നേഹിച്ചെന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഞാൻ വീട്ടിലേക്ക് പോകാത്തത്. ഈ ഒരാഴ്ചയായിട്ട് തെരുവ് തോറും കിടക്കാൻ സ്ഥലമില്ലാതെ, കഴിക്കാൻ മാർഗമില്ലാതെ ഒരു ഭ്രാന്തനെ പോലെ അലയുകയാണ്. അപ്പോഴാണ് രജനി വന്നത്. ചോറ് വാങ്ങിത്തന്ന്, കടല വാങ്ങിത്തന്ന്, മൂത്രം ഒഴിച്ചതിന് വരെ ഫൈൻ അടച്ച്. അതിനുപരി എന്റെ കഥ മുഴുവൻ കേട്ടുകൊണ്ട് നിൽക്കുന്നല്ലോ. സത്യത്തിൽ നിങ്ങൾ രജനിയല്ല, ദൈവമാണ്. രജനി, രജനി എന്താ പറ്റിയേ? രജനി, 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 രജനി എണീക്ക്. രജനി, ഇതാ വെള്ളം കുടിക്ക്. എന്റെ കഥ കേട്ടപ്പോ തന്നെ കുഴഞ്ഞു വീണല്ലോ. അപ്പൊ എന്റെ അവസ്ഥയൊന്ന് ആലോചിക്ക. അതെ കമലേ, നിങ്ങളുടെ കഥ കേട്ട് കുഴഞ്ഞു വീണെന്നല്ലെന്നേ. അപ്പൊ എന്റെ കഥ കേട്ട് ഫീൽ ആയതല്ലേ? അയ്യോ, അത് കേട്ട് ഞാൻ ഫീൽ ആയതല്ല. എനിക്ക് ചിലവായ കാശ് ഞാൻ എങ്ങനെ തിരിച്ചു മേടിക്കുമെന്ന് ഓർത്താ. പിന്നെ ഈ പോക്കറ്റിൽ ഒരു 500,000 കാണുവോ? ഇല്ല രജനി. ഒരു 100 50 അതും ഇല്ല രജനി. 10 20 ഇല്ല രജനി. 10 പൈസ 20 പൈസ അതൊന്നും ഇപ്പൊ ആർക്കും വേണ്ടല്ലോ. ആ, വേണ്ടുന്നതാണെങ്കിൽ നിങ്ങൾ ലോറി കണക്കിന് എന്റെ മുമ്പിൽ കൊണ്ടുവന്ന് കൊട്ടുമായിരിക്കും. ഒരു വെള്ളവും പാക്കറ്റും പോലും മേടിക്കാൻ കഴിവില്ലാത്ത ഇവനെ കൊണ്ട് നടന്ന് കറക്കിട്ട് CC അടക്കാൻ വെച്ചിരുന്ന കാശ് ഞാൻ എടുത്ത് ചെലവാക്കിയല്ലോ. രമണി ചേച്ചി എന്ത്? രജനി എന്നെ കുറ്റപ്പെടുത്തുന്നതിൽ അർത്ഥമില്ല. ഞാൻ ആദ്യം തൊട്ടേ പറഞ്ഞതല്ലേ എന്റെ ഈ ചേഞ്ച് ഇല്ലാന്ന്. ഇവിടെ കമലേ, ചേഞ്ച് ഇല്ലാന്ന് പറയുന്നത് വേറെ, കാശില്ലാന്ന് പറയുന്നത് വേറെ. ഓ, എന്തോന്നോ കേട്ടോ. ഇതുവരെ 2550 രൂപ ചെലവാക്കിയിട്ടുണ്ട്. മര്യാദയ്ക്ക് ഞാൻ ചെലവാക്കിയ കാശ് തിരിച്ചതാ. അല്ലെങ്കിലുണ്ടല്ലോ ഈ രജനിയുടെ സ്വഭാവം മാറും കമൽ. മര്യാദയ്ക്ക് കൈയെടുക്ക രജനി. വേണ്ട കമൽ. പറയുന്നത് കേക്ക് രജനി. ഈ കമലിനെ കുറിച്ച് നിനക്കറിയില്ല. അത് തന്നെയാ ഞാനും പറയുന്നേ. ഈ രജനിയെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ല കമൽ. എന്താ രജനി? ഞാൻ അടിച്ചാ താൻ തിരിച്ചടിക്കുവോ? മറ്റിടത്ത് പണി കാണിക്കരുത്. നീയല്ലേ കാശ് തരേണ്ടത്, എന്നിട്ട് എന്നെ തല്ലാൻ വരുന്നോ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം കമലെ, ശത്രുവിനോട് പോലും ഞാൻ ക്ഷമിക്കും. പക്ഷെ കൂടെ ഇരുന്ന് കുഴി തോണ്ടുന്നവനോട് ഒരിക്കലും ഞാൻ ക്ഷമിക്കില്ല. ഒന്ന് മനസ്സിലാക്കിക്കോ രജനി. മാപ്പ് ചോദിക്കുന്നവൻ മനുഷ്യൻ, മാപ്പ് നൽകുന്നവൻ അതിനേക്കാളും വലിയ മനുഷ്യൻ. നിങ്ങൾ വലിയ മനുഷ്യനാണോ? ഇപ്പൊ നീ എന്തിനാ കമൽഹാസന്റെ ഡയലോഗ് പറയുന്ന കമലെ? നിനക്ക് സംസാരിക്കാം അല്ലേ? ഒന്ന് നിർത്തുന്നുണ്ടോ? എന്ത് രജനി കമലെന്ന്? ഞാനൊരു ഓട്ടോക്കാരനും നീ ഒരു പ്ലാറ്റ്ഫോമും. നീ ഒരു തണ്ടി, ഞാനൊരു പരത്തണ്ടി, അതിനകത്തൊരു രജനിയും കമലും. എടാ കമലെ, എന്റെ കാശ് തരാൻ പറ്റുമല്ലോ? മര്യാദക്കിരിക്കേ. നിനക്ക് പൈസ അല്ലേ വേണ്ട? ഞാൻ ഇപ്പൊ വരാം. ഹലോ മുത്തശ്ശൻ, ഞാൻ കമല. മോനെ, സുഖം തന്നെയാണോ? എനിക്ക് സുഖ. അവിടെ എന്തുണ്ട് വിശേഷം? എനിക്ക് സുഖം തന്നെ. ദിവസവും നീ വിളിക്കാറുണ്ടല്ലോ. 10 ദിവസമായിട്ട് എന്താ മോനെ വിളിക്കാതിരുന്നത്? ആന്റിയുടെ കൂടെ പോയി മന്ത്രിയെ കണ്ടോ മോനെ? ഇപ്പളാ വിളിക്കാൻ വേണ്ടി സമയം കിട്ടിയത്. ആന്റി ശ്രമിക്കാമെന്ന് പറഞ്ഞു. മോനെ, അവിടെ ഇവിടെ ഒന്നും അലഞ്ഞു നടക്കരുത്. വേഗം മുഖ്യമന്ത്രിയെ കാണാൻ നോക്ക്. മുത്തശ്ശ, അദ്ദേഹത്തിനെയൊക്കെ ഞാൻ എങ്ങനെയാ കാണുന്നത്? ഞാൻ പറയുന്നത് കേക്ക് മോനെ. അദ്ദേഹം നല്ല മനുഷ്യനാ. എന്ത് സഹായം വേണമെങ്കിലും ഉടനെ ചെയ്തു തരാമെന്ന് പറഞ്ഞിരിക്കുക. അതുകൊണ്ട് ഒത്തിരി നേരം സംസാരിക്കുന്നത് കണ്ടിട്ട് എന്റെ കാശ് കിട്ടും തോന്നുന്നു. ശരി മുത്തശ്ശ, ഞാൻ ഇന്ന് തന്നെ പോയി കാണാം. മുത്തശ്ശൻ വിഷമിക്കണ്ട. നമ്മുടെ വീട് നമ്മളെ വിട്ട് പോകില്ല. ധൈര്യമായിട്ടിരിക്കണം. ശരീരം നോക്കണം. ഞാൻ പിന്നെ വിളിക്കാം.
എന്നെ ഓർത്ത് വിഷമിക്കണ്ട മോനെ. ആ കമൽ സാർ, ആ അല്ല ഫോണിൽ കൂടെ പറഞ്ഞ് ക്യാഷിന്റെ കാര്യം ശരിയാക്കിയോ? ഇല്ല അയ്യപ്പ, അച്ഛനോട് സംസാരിച്ച് ഒരുപാട് നാളായി. ഫോൺ ചെയ്ത് കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു. എന്താ പറഞ്ഞത്? ഒരു എംബോക്കി ഓട്ടോക്കാരനെ കിട്ടിയെന്നാണോ? അവനെ കൂടെ കൊണ്ടുവരുന്ന പറ്റിക്കാണെന്ന് പറഞ്ഞോ? അയ്യോ, എന്നെ വിശ്വസിക്ക അയ്യപ്പ, ഞാൻ ആരെയും പറ്റിക്കില്ല. തീർച്ചയായും ഞാൻ കാശ് തരും. ശരി വാ, വണ്ടി എടുക്കും. അതെ, വിളിച്ചാ ഞാൻ വരില്ലെന്ന് കരുതി 2 സെന്റിമെന്റ്സ് അടിച്ച് കൂട്ടിക്കൊണ്ടുവന്ന് കരുതിയോ? നിന്നെ വിശ്വസിക്കാൻ കഴിയില്ല. എവിടെയാ പോണ്ടേ? CM-നെ കാണാൻ പോകണം. കൺഫേം കൺഫേം. എന്ത് കൺഫേം? നിനക്കാണെങ്കിൽ ഓട്ടോ ഭ്രാന്ത്. എന്നെ കൂട്ടിക്കൊണ്ട് മിനിസ്റ്ററെ വീട്ടിൽ പോകണം, CM-ന്റെ വീട്ടിൽ പോകണം എന്ന് പറഞ്ഞ് നാട് ചുറ്റുവാ. അടുത്തതിന് എവിടെയാ? ഡൽഹിയിൽ പ്രൈം മിനിസ്റ്ററിന്റെ വീട്ടിലോ? അല്ല അയ്യപ്പ, 1 വർഷത്തിന് മുമ്പ് CM ഞങ്ങളുടെ വീട്ടിൽ വന്നപ്പോ മുത്തശ്ശന്റെ കൂടെ സംസാരിച്ച് അവിടുന്ന് കഴിച്ചിട്ടാ പോയത്. ആള് നല്ല കഥ പറച്ചിലുകാരനാണല്ലോ. നിങ്ങൾ പറയുന്ന കഥ കൊണ്ട് 2000 കുട്ടികൾക്ക് ചോറ് വാരി കൊടുക്കാം. പറയുന്ന കേക്ക് അയ്യപ്പ, CM ഞങ്ങളുടെ വീട്ടിൽ വന്നേ. ഞങ്ങൾ പിന്നോട്ട് നേതാവേ, ഞാൻ പറഞ്ഞിരുന്നില്ലേ സത്യമൂർത്തിയുടെ ക്ലാസ്മേറ്റിന്റെ വീടാ. നല്ല പേര് കേട്ട കുടുംബമാ. നല്ലോണം നമസ്കരിച്ചോണം. ചേട്ടാ നമസ്കാരം. പ്രചരണം അമ്പലത്തിൽ നിന്ന് ആരംഭിക്കാൻ പറയുന്നു. അതാ ഞാൻ വന്നത്. ബിഷപ്പ് ശമിപ്പിക്കുന്നിടവല്ലേ അമ്പലം. വോട്ടിടുമ്പോ മറക്കരുത് കേട്ടോ. ഭക്ഷണം എങ്ങനെയുണ്ട്? നിങ്ങളുടെ വീട്ടിലെ ഭക്ഷണവും നിങ്ങളുടെ ചിരിയും ഒരിക്കലും മറക്കാൻ പറ്റില്ല മോനെ. ഞങ്ങളുടെ നേതാവ് സത്യമൂർത്തി സാർ മരിച്ചു. സാർ അദ്ദേഹത്തിന്റെ ഫ്രണ്ടാണ്. മൂർത്തി സാറിന്റെ സ്ഥാനത്ത് നിന്ന് എന്നെ അനുഗ്രഹിക്കുന്നു. എന്താ മോനെ, ഈ ജനങ്ങൾക്ക് നല്ല സേവനം ചെയ്യാൻ എന്നെ അനുഗ്രഹിക്കുക. നിന്റെ നല്ല മനസ്സാ. നീയേ ജയിക്കൂ. ഈ ഗ്രാമത്തിലുള്ളവരുടെ സ്നേഹം എപ്പോഴും വളരെ നന്ദിയുണ്ട്. സാറിന് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്റെ അടുത്തോട്ട് വന്നാൽ മതി. അങ്ങയുടെ മകനാന്ന് കരുതിയാൽ മതി. മോന്റെ അടുത്തൊന്ന് കൊടുത്തു വെച്ചേര്. ഇന്ന് മോനെ വാങ്ങിക്കോ. മുഖം മറക്കുന്നവരാ വിസിറ്റിംഗ് കാർഡ് കൊടുക്കുന്നത്. ഈ മുഖമൊക്കെ മറക്കാൻ പറ്റുമോ? നീയും CM ചക്കരയും പോലെയാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ വെയിലത്ത് നിന്ന് വാടിക്കരിയുവാണല്ലോ. ചേട്ടാ ചേട്ടാ ചേട്ടാ, ഞാൻ മോനെ നീയാണോ? വാ 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 വാ. വാ അയ്യപ്പ. ഈ മങ്കൂസ് തലമണ്ടി അറിയാവോ നിനക്ക്? എന്തുകൊണ്ട് വിശേഷം ചേട്ടാ? സുഖമാണോ മോനെ? നിന്റെ എല്ലാവർക്കും മുത്തശ്ശൻ എങ്ങനെയുണ്ട്? സുഖം തന്നെ. കമൽ എന്നല്ലേ നിന്റെ പേര്? ഓർമ്മയുണ്ടല്ലോ. വളരെ സന്തോഷം ചേട്ടാ. ചേട്ടാ, നാട്ടിലൊരു ചെറിയ പ്രശ്നം. അച്ഛൻ സാറിനെ കാണാൻ പറഞ്ഞു. ഈ ചേട്ടന്റെ അടുത്ത് വന്നില്ലേ? നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാലും അത് മുഖ്യമന്ത്രിയോട് പറഞ്ഞ് ശരിയാക്കേണ്ടത് എന്റെ ജോലിയാ. നിങ്ങൾ പേടിക്കണ്ട. ശരി ചേട്ടാ. ചേട്ടാ നമസ്കാരം. ഞാൻ കമൽ സാറിന്റെ ഫ്രണ്ടാ. അതെ ചേട്ടാ, പേര് രജനി എന്നാ. നല്ല സഹായോ. നിങ്ങളെ ഞാൻ എവിടെയോ കണ്ടതുപോലെ ഉണ്ടല്ലോ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞാൻ വലിയ ആളൊന്നുമല്ല. ഞാൻ ഓട്ടോ സ്റ്റാൻഡിൽ ജീവിക്കുന്ന ആളാ. ഓട്ടോ സ്റ്റാൻഡോ? പിന്നെന്താ കൊതുകുതിരി സ്റ്റാൻഡോ? ചേട്ടാ ഒരുപാട് നിന്ന് ആലോചിക്കാതെ ഉള്ള മുടി കൂടെ പൊഴിഞ്ഞു പോകും. നിന്റെ ഫ്രണ്ട് നല്ല തമാശയാണല്ലോ. വാ വാ ഉള്ളിലേക്ക് ശരി വാ. ചേട്ടാ. അതെ കമലേ, നിങ്ങളോട് ഓട്ടോ കാശ് ചോദിച്ചാൽ വായി തോന്നിയതൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒന്നും മനസ്സിൽ വെച്ച് പ്രതികാരം ചെയ്യല്ലേ. സാരമില്ല. CM-നോട് ഒന്ന് പറഞ്ഞ് എന്നെ ഓട്ടോ സ്റ്റാൻഡിന്റെ നേതാവാക്കി തരണം. എന്റെ നീ അതൊന്നും പറഞ്ഞത് ഉണ്ടായിരിക്കും. നടക്കും. മറക്കരുത്. വരുന്ന കോർപ്പറേഷനിലെ മേയർ പോസ്റ്റ് സ്ത്രീകൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുക. അതിലേക്ക് മത്സരിക്കാൻ നിന്നെ തെരഞ്ഞെടുത്തു. നിങ്ങൾ ആരെയാ മനസ്സിൽ കണ്ടുവച്ചതെന്ന് എനിക്കറിയാം. നിങ്ങളുടെ സൗകര്യത്തെക്കാളും പാർട്ടിയുടെ വരുംകാലം ചിന്തിക്കുന്നത് നന്നായിരിക്കും. പാർട്ടിക്ക് പണം ഉണ്ടാക്കാൻ ഞങ്ങള് പോസ്റ്റിങ്ങിന് വേറൊരാള്. ഡാ, ആരോടാ സംസാരിക്കുന്നറിയാവോ? അറിയാം. പാർട്ടിയിലിരിക്കുന്ന ആരും ഒന്നും സമ്പാദിക്കരുത്. തനിക്ക് മാത്രമേ സമ്പാദിക്കാൻ അറിയൂ എന്ന് പറയുന്ന നേതാവിന്റെ അടുത്ത് തന്നെ. നിർത്തടാ. നീയൊക്കെ എന്താടാ വിചാരിച്ചേ? സത്യമൂർത്തിയുടെ ഭരണം ഞാൻ അങ്ങ് നടത്തുവന്നോ? ഒന്നിനും വെറുതെ വിടില്ല. ഇവിടെ ഞാനാണ് പാർട്ടി. ഞാൻ തീരുമാനിക്കുന്ന പോലെ നടക്കൂ. തലേ കയറിയിരുന്ന് നിരങ്ങാൻ നോക്കിയാ രാവിലെ വാക്കിങ്ങിന് പോയാൽ തിരിച്ചു നീ വരില്ല.